സംഭൽ വിഷയം ആളിക്കത്തിക്കാൻ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്ന് സംഭൽ സന്ദർശിക്കും. രാഹുലും പ്രിയങ്കയും ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. പുറത്തുനിന്ന് ആരും സംഭലിൽ എത്തരുത് എന്ന ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവ് മറികടന്നാണ് രാഹുൽ സംഘർഷബാധിത പ്രദേശം സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ഗൗതം അനന്തനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയല്ലേ ഉള്ളൂ, എന്താണ് വിവരങ്ങൾ? വീണ, സംഭലിൽ നിലവിൽ പുറത്തുനിന്ന് ആരും പ്രവേശിക്കരുത് എന്നതാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. കാരണം സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഡിസംബർ 10 വരെ കടുത്ത നിയന്ത്രണമാണ് പ്രദേശത്തുള്ളത്. രാഷ്ട്രീയക്കാരും സാമുദായിക നേതാക്കളും മത നേതാക്കളും ഒക്കെ ഈ പ്രദേശം സന്ദർശിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്താണ് ഡിസംബർ 10 വരെ നിരോധനാജ്ഞ, അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിന് നിയന്ത്രണം, ഇതെല്ലാം ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മറികടന്നുകൊണ്ട് ഇന്ന് സംഭൽ സന്ദർശിക്കാനാണ് കോൺഗ്രസിന്റെ നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുലിന്റെ ശ്രമം. പ്രിയങ്ക വാദ്രയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് അധ്യക്ഷനും UP-യിൽ നിന്നുള്ള MP-മാരുമാണ് രാഹുലിനൊപ്പമുള്ളത്. എന്തായാലും ഗാസിയാബാദ് അതിർത്തിയിൽ വെച്ച് രാഹുലിനെ തടയാനാണ് ഇപ്പോൾ UP പോലീസിന്റെ തീരുമാനം. വീണ, ഓക്കെ, ശരി ഗൗതം.